ബഹുമാനപ്പെട്ട മലപ്പുറം ചീഫ് ചെയർപേഴ്സൺ പിന്നെ അവിടെ ബസ് ഇറങ്ങി ആരായിരുന്നു മലപ്പുറം മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് എന്താണെന്നോ ഏതാണെന്നോ എങ്ങനെയാണോ കിടക്കുന്നതൊക്കെ എനിക്ക് പച്ചവടം പോലെ ഞാൻ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ബസ് തടുത്തുകാണ്ടുള്ള ഷോ കാണിക്കാതിരിക്കുക, അതൊന്നും ശരിയല്ല. ബസ്സിൽ ഒരുപാട് യാത്രക്കാരാണ്. നിങ്ങൾ ഇന്നലെ ആ ഷോ കാണിച്ചു, ആ വണ്ടിക്കാർ അത്രയും യാത്രക്കാരാണ് കുടുങ്ങിപ്പോയി. ഇങ്ങൾക്ക് ഇതിനെ നിയമപരമായിട്ട് നേരിടാം, അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ബസ് എടുത്തുകൊണ്ട് ഷോ കാണിക്കുമ്പോൾ ഒരുപാട് യാത്രക്കാർ അതിൽ ഹോസ്പിറ്റലിലും ഒരുപാട് യാത്രക്കാർ പല ആവശ്യങ്ങൾക്കും ഉണ്ട്. അവർ ടൈം കണക്കാക്കിയാണ്ട് ഇനി ടൈം എടുത്തുന്നുണ്ട്. ഇന്ന് അത്രയും ബസ്സുകൾ തടുത്തു, ഒരുപാട് ബസ്സിന് ഓടാതായി. നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പരിപാടി ഞങ്ങൾ വിട്ടു പോയില്ല. എത്ര ആൾക്കാർ യാത്ര കൊടുക്കും? നിങ്ങൾ ആ ആൾക്കാർ യാത്ര എത്തിക്കാനുള്ള ഒരു വഴി കൂടി നിങ്ങൾ കണ്ടിരുന്നു. അല്ലാതെ വെറുതെ എന്തെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ മനുഷ്യന്മാരാണ്, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ്ട് ലോകത്ത് ഇത്ര കഷ്ടപ്പെട്ട ജോലി ഉണ്ടാവുക. അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജോലി ചെയ്യേണ്ടത്. ടൈം ഈ റോഡ് കൂടെ ഓടിയെത്താൻ പറഞ്ഞാൽ ചില്ലറ ഇതല്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കോട്ടയ്ക്ക് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ 25 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 22 മിനിറ്റ്, അല്ലെങ്കിൽ 20 മിനിറ്റ്. ഇങ്ങനെയുള്ള വണ്ടികൾ എൻ്റെ വണ്ടിക്ക് 22 മിനിറ്റ് ആണ്. കോട്ടയ്ക്ക് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ കോട്ടപ്പടിക്ക് വണ്ടി എടുത്താൽ കോട്ടപ്പടിക്ക് 22 മിനിറ്റ് എനിക്ക് കോട്ടപ്പടിക്ക് എത്തണം, അല്ലെങ്കിൽ പരപ്പനങ്ങാടി വേണ്ടി ചാടും മഞ്ചേരിക്കുള്ളത്. പിന്നെ ഞാനോട് വന്നിട്ട് കാര്യമില്ല. ഞാൻ ജോലിക്ക് പോയിക്കാണ്ട് മാപ്പിൽ നോക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ റോഡിലിറങ്ങിയാണ് എടുത്ത് അടിഞ്ഞാണ്ട് വലിയ സംഭവമായിരുന്നു ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മുനിസിപ്പാലിറ്റി പറ്റും പോകില്ല. ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് ഒരിക്കലും പറ്റില്ല. അത് മനസ്സിലാക്കി നീ അത്ര താണെന്നുണ്ടെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിൽ ആ ബസ് സ്റ്റാൻഡിന്റെ മേലെ കുറച്ച് റൂം വെച്ച് കണ്ട കുറച്ച് റൂം വെച്ച് ബംഗാളിയാണ് കൊടുത്ത് കഴിച്ചു കളി. എന്നാൽ പിന്നെ കുറച്ച് ആൾക്കാരുണ്ടാവും, 4 ആൾക്കാർ. അല്ലാതെ മലപ്പുറം മുനിസിപ്പാലിറ്റി വച്ചു കൊടുക്കാൻ പറയാൻ 4 വണ്ടിക്കാർ നടത്തുന്ന കാര്യമില്ല. എന്തെങ്കിലും KSRTC എടുക്കാൻ എന്റെ KSRTC ബസ് ജീവനക്കാർ മുന്നിൽ വന്ന് കിടന്നുകൊണ്ടാണോ KSRTC പോലീസുകാരെ തിരിച്ചുവിട്ടത്? എന്തെങ്കിലും നിങ്ങൾ മാറിക്കണ്ടല്ലോ വീഡിയോയിൽ, നിങ്ങളെല്ലാവരും മാറിക്കണ്ടല്ലോ. നിങ്ങൾ അത്ര അന്തസ്സുള്ള ആൾക്കാരാണെന്നെങ്കിൽ നിങ്ങൾ ഈ മാറി നിൽക്കുന്ന ആൾക്കാർ KSRTC കൊണ്ട് ഞാൻ വിടേണ്ടി വരും. KSRTC നിങ്ങൾ എന്ത് ഗവൺമെന്റ് ഒക്കെ കണക്കന്നെ ഒക്കെ മനുഷ്യന്മാരെ യാത്രയുണ്ടാ, അല്ലാതെ ഇതിലും മൃഗങ്ങളും അതിലും മനുഷ്യരൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ബസ് ആയാലും ഒക്കെ കണക്കന്നെ. അപ്പൊ ഈ കോട്ടപ്പടിക്കുന്നില്ല 5 മിനിറ്റാണ് ഞങ്ങൾക്കുള്ളത്. ഈ 5 മിനിറ്റുള്ള 7 മിനിറ്റ് ആക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആക്കാൻ പറ്റത്തില്ല. അതാക്കി അതിന് ഒരു സംവിധാനം കണ്ടെത്തി. ഈ പോലീസ് സ്റ്റേഷനോട് ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനോട് തിരിഞ്ഞു വരുന്നിടത്തുള്ള അപകടം അത് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ഇത് കണ്ടെത്താൻ പറ്റും, അതുകൂടി കണ്ടെത്തി. അല്ലാതെ കോട്ടപ്പടി സ്റ്റാൻഡ് ആരും പരിഷ്കരിച്ചൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങി വരുന്ന പരപ്പനങ്ങാടി പോണ വണ്ടിയാണെങ്കിലും തിരൂർ പോണ വണ്ടിയാണെങ്കിലും ഒക്കെ സ്റ്റാൻഡ് കയറ്റി പോകുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് മാത്രമേ അവിടെ കയറില്ലെന്നുള്ളൂ. അല്ല അവിടെ കയറാൻ വണ്ടി പോകുന്നില്ല. എല്ലാ വണ്ടിക്കാരും കോഴിക്കോട് വണ്ടി അടക്കം അതിൽ വരുന്നുണ്ട്. ഇനി നിങ്ങൾ വെറുതെ ഒരു ഷോ കാണിച്ചാണ്ട് വലിയ സംഭവമായിട്ടൊന്നും അതൊന്നും കാര്യമില്ല. മലപ്പുറം മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് ആ മുനിസിപ്പാലിറ്റി ആ ബസ് സ്റ്റാൻഡ് ഉഷാറാവണം എന്ന് നമുക്ക് നല്ല ഇതിലാണ്. അവിടെ ഇതാക്കി ഞാൻ അവിടെ കട തുടങ്ങുന്ന ഞാൻ ആ ഇതിൽ പണ്ടൊരു ചെറിയൊരു ഹോട്ടൽ തുടങ്ങാൻ പറഞ്ഞാൽ ഞാൻ അതിന് വാടക വെച്ചാണെന്നാണ് എനിക്കറിയാം. കുറെ മുമ്പ് ഇപ്പോഴൊന്നല്ല. അപ്പൊ എനിക്ക് അവിടെ കുറേ ഷട്ടർ കഴിഞ്ഞെടുക്കണം, കുറേ റൂം കഴിഞ്ഞെടുക്കണം. അതിലൊക്കെ ഒരു കടകൾ വരണം, ആളുകൾ കയറി ഇറങ്ങണം. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആ ട്രാക്കിലേക്ക് കൊടുത്തിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു കുറേ മുമ്പ്. ഇപ്പൊ സമയമില്ല, ഓടി എത്തുന്നില്ല. ഇതിന് നിങ്ങളൊരു പരിഹാരം കണ്ടെത്തുക. അതിനാണ് ഒരു ചർച്ച കുറിച്ചാണ് അതിനൊരു പരിഹാരം കണ്ടെത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം റോട്ടിൽ അറിയാണ്ട് ഇന്നാണ് ബസ് എടുത്തു. ആ ബസ് എടുത്തിട്ട് എത്ര ആൾക്കാർക്ക് ബസ് ഉണ്ടായിരുന്നു? ബസ് മുതലാളിമാരുണ്ട് നിങ്ങളുടെ ബസ് എടുക്കാൻ. ചില ആൾക്കാർ വാക്കേട്ടാണ് നിർബന്ധിത അവസ്ഥയിൽ വന്നതാണ് അവർക്ക്. അല്ലാതെ അവരൊന്നും ബസ് എടുക്കേണ്ടാവില്ല. അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എത്ര എന്നുള്ളത്. ഇത് ഇത്രയും ആൾക്കാർ വെച്ചാൽ ഓടി എത്ര ബുദ്ധിമുട്ട് ആ ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ബസ്സിന് എത്തി കുതിരരുത്. നിങ്ങൾ പറഞ്ഞേക്ക് പാവപ്പെട്ട ആൾക്കാരാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ഒരുപാട് രോഗികളാണ്, ഒരുപാട് ആവശ്യങ്ങൾക്കാണ്. ഇത് ടൂറിസ്റ്റ് അല്ല. അതിന് വഴി തടയിച്ചാണ്ട് ഷോ കാണിക്കരുത്. അതിന് നിയമപരമായിട്ട് നിങ്ങൾ നേരിടാം. അല്ലാതെ ബസ് എടുത്ത് ഇത് ഏത് ഉദ്യോഗസ്ഥന്മാർക്കാണെന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് കാര്യം മാത്രമേ ഇവരെ വഴി തടയുള്ളൂ. ഈ പോലീസിന്റെ കൈ കാണിക്കല് അത്രയും അവർക്ക് ഇത് കിട്ടുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അതായത് സ്റ്റാൻഡിൽ വന്നിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് അവിടെ മാറി നിൽക്കാമായിരുന്നു. മാറി സ്റ്റാൻഡ് കയറുന്ന ഉത്തരവുകളെ ഇറക്കിക്കാണ്ട് നിങ്ങൾക്ക് അവിടെ മാറി നിൽക്കാൻ വേണ്ടത്. ഇത് മാറി നിന്നുണ്ടായ പോണ വണ്ടിക്കാർ, സ്റ്റാൻഡ് കയറാതെ പോണ വണ്ടിക്കാരെ നമ്പർ ചെയ്താണ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടത്. അല്ലാതെ ആ നിയമം കയ്യിലെടുക്കരുത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് അവിടെ തടഞ്ഞുകൊണ്ട് എത്ര ഒരു ദിവസം ഒരു ശരാശരി കൂലി കിട്ടി കഴിഞ്ഞാൽ എന്റെ കുടുംബം പോരുന്നത്, എന്റെ കുടുംബത്തിന് വൈകുന്നേരം മാത്രം പൈസ കിട്ടുന്നത് ഒരു നിയമത്തിൽ വെച്ചാണ് അറിയണം മനുഷ്യനാണ്. എന്റെ കടങ്ങൾ, എന്റെ ബുദ്ധിമുട്ട്, എന്റെ ബാധ, എന്റെ പ്രശ്നങ്ങൾ വെച്ചാണ് അങ്ങനെ വെക്കുക. നിങ്ങൾ ട്രിപ്പ് അറ്റാക്കി എന്താണ്ടായത്? എനിക്ക് ഇതിൽ എന്ത് കൊടുക്കേണ്ട പൈസ നിങ്ങൾ തരുമോ? നിങ്ങൾ വെറുതെ ഇതായത് നിങ്ങളൊരു നമ്പർ, എല്ലാ വണ്ടിയും ഒരു വണ്ടി 4 സൈഡിൽ നമ്പറിന് ഈ നമ്പർ നോട്ട് ചെയ്താൽ കൊടുക്കുക. എന്നിട്ട് അവരാണ് നടപടിക്കേണ്ടത്. അല്ല നിങ്ങൾ വന്ന് കണ്ട് അധികാരം കരുതിയാണ്ട് അധികാര കസയിൽ ആണ്ടരുത്. ആരെ കഴിഞ്ഞാലും വളരെ വിഷമത്തോട് പറയുന്ന കാര്യമാണ്. അല്ലാതെ ആരെയും ധിക്കരിച്ചുകൊണ്ടോ ആരെയും നിയമം ഇത് ഇല്ലാതാക്കിയുണ്ടോ അല്ലെങ്കിൽ അതിന് കളിയാക്കിയുണ്ടോ ഒരിക്കലും ചെയ്യുന്ന വീഡിയോ അല്ലത്. നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ കോട്ടപ്പടി സ്റ്റാൻഡ് കയറില്ല. കോട്ടപ്പടി സ്റ്റാൻഡ് എല്ലാവരും കയറുണ്ട്. അങ്ങനെ പോണ വണ്ടിക്കാർ മൊത്തം കയറുണ്ട്. പരപ്പനങ്ങാടി തിരിച്ചു ഭാഗത്ത് എല്ലാ വണ്ടിക്കാരുണ്ട്. തിരിച്ചു വരുമ്പോൾ ആ വണ്ടി ഇവിടെ വന്ന് അതേമാതിരി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് സമയമില്ല. കോട്ടപ്പടിക്ക് 5 മിനിറ്റാണ് കുടുംബത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സമയം. 5 മിനിറ്റ് 7 മിനിറ്റ് ആക്കി തരും. ഞങ്ങൾ കയറ്റിത്തരാം. ഞങ്ങൾ കയറ്റി കാണിച്ചുതരാം. ആ മുനിസിപ്പാലിറ്റി പച്ച പിടിപ്പിച്ച് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചരാം. ബസ് കയറ്റി കണ്ട് അവിടെ ആൾക്കാർ വന്നിരിക്കുന്ന സംവിധാനം ഞങ്ങൾ ചെയ്തുതരാം. അവിടെ ആൾക്കാർ വരും, തടിച്ചുകൂടെ ആൾക്കാർ ഞങ്ങൾ ചെയ്തുതരാം. 2 മിനിറ്റ് കൂട്ടി തരും. നിങ്ങളെ സംവിധാനങ്ങൾ കണ്ടെത്തി എന്നിട്ട് വരും. ഇപ്പോൾ 15-ാം തീയതി മീറ്റിംഗ് വെച്ചോളല്ലോ. എന്താ 15-ാം തീയതി പറയാൻ കൊണ്ട് തടുത്ത് കാണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. ഒരുപാട് യാത്രക്കാരാണ് നിങ്ങളുടെ കുടുങ്ങിയത്. ഒരുപാട് യാത്രക്കാർ, പിഞ്ചു മക്കളടക്കം, എക്സാമിന് വന്ന കുട്ടികളടക്കം ഈ നോമ്പ് തോറ്റിയാണ്ട് പൊരി വെയിലത്തുനിന്നാണ് ഇടങ്ങാറായത്. നിങ്ങൾക്ക് മാറി നിന്നാണ്ട് വണ്ടിയിൽ നമ്പർ ചെയ്തിരിക്കല്ലാതെ വണ്ടി തടഞ്ഞെടുത്തിയാണല്ലോ ആ ഒരു ഷോട്ടിലോ. അത് ശരിയല്ല. ഒരു മനുഷ്യന് ബുദ്ധിമുട്ടാക്കരുത്. അത്ര പറയാനുള്ളൂ.